പുകവലി മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാവുന്നു. സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ കൺസ്ട്രക്ഷൻ ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. ശരി, പട്ടിയൊക്കെ ഓർക്കുന്നുണ്ട്. പോയാലോ? ഇതിൻ്റെ അകത്ത് ആരും പുകയൊന്നും വലിക്കുന്നില്ല. അല്ല, പുക വലിക്കുന്നുണ്ട്, പക്ഷേ അത് നിങ്ങൾ കാര്യമാക്കണ്ട കേട്ടോ. നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ശരി, ബൈ. ആടെ കട്ട് കട്ട് കട്ട്. എടാ, ഈ കാണുന്ന വയല സ്ഥലമെല്ലാം എൻ്റെ ഫാദറായിരുന്നു. പിന്നെ നമ്മുടെ ഈ കമ്പനി തുടങ്ങാൻ വേണ്ടിട്ടെല്ലാം വിറ്റ് പറിച്ചു. ഞാൻ നടക്കടാ. തള്ളു. എത്രയായിട്ടും വയറ് പറഞ്ഞില്ലടാ. എങ്ങനെ കുറയാൻ വായ വലിച്ച് കഴിക്കല്ലേ, തീറ്റിപ്പോണ്ടാലും. അയ്യോ, ഈ അമ്മയുടെ ഒരു കാര്യം. വലിയ വീടാണല്ലോ, നീ പിയാനെ പറ്റിക്കാണല്ലോ. ഇതാണെങ്കിൽ പുല്ല് കളറും ഇല്ല. സാറേ, ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. സാറേ, ഒരു മിനിറ്റ്, ഞാൻ വട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. സാറേ, ഒരു പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നോ. ഞാനിപ്പോൾ ഇച്ചിരി ബിസിയാണ്. നിങ്ങൾ കുഴപ്പമില്ല സാറേ. സാറിന് ഈ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. സാറൊന്ന് വന്ന് നോക്ക് പ്ലീസ്. എന്താ നിങ്ങളുടെ പ്രൊഡക്റ്റ്? സാറിന് ഏറ്റവും പുതിയ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താണ് നമ്മൾ വന്നിട്ടുള്ളത്. സാറിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവും. സാറിൻ്റെ മുഖം കണ്ടാരെ സാറിന് എന്തെല്ലോ പ്രശ്നം ഉണ്ടെന്നല്ലേ? ഓ അതെയോ? എന്തൊക്കെയോ പ്രശ്നം സാറിനുണ്ടല്ലേ? ഉണ്ട്, എനിക്കറിയുന്നുണ്ട്. ചെറിയ കുഴപ്പമുണ്ട്. അപ്പൊ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം. സാറിന്റെ മുഖം കണ്ടാരെ സാറിന്റെ വീട്ടിലെ ടോയ്ലറ്റുകൾ കീടാണുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്ന്. അതാ അതിനൊരു പ്രതിവിധിയുമായി ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ക്യൂട്ടൻസ് ടോയ്ലറ്റ് ക്ലീനർ. എന്റെ അച്ഛൻ തന്നെ വികസിപ്പിച്ചെടുത്ത പ്രൊഡക്റ്റാണ്. ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നിങ്ങൾ ക്ലോസറ്റ് കഴിക്കാൻ വെട്ടിത്തിളങ്ങും ഇവന്റെ പല്ല് പോലെ. ദാരിദ്ര്യം. അപ്പം ഓക്കെ, വാങ്ങല്ലേ? ഇവന്റെ മേടിച്ചത് ഇഷ്ടപ്പെടാൻ മാത്രം വാങ്ങിച്ചാൽ മതി. വേറെ ഒരു കോംപ്രമൈസും ഇല്ല. സാറിന്റെ ക്ലോസറ്റ് വെട്ടിത്തിളങ്ങുവാണെന്ന് തോന്നിയാൽ മാത്രം, വേറെ ഒന്നുമില്ല. ഞാനിപ്പോൾ ഇത്തിരി തിരക്കില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ അകത്ത് പോയിട്ട് ബാത്റൂമോ ക്ലോസറ്റോ എന്താ വെച്ചാൽ ക്ലീൻ ചെയ്യും. ഓക്കെ, പോയിട്ടോ. അപ്പം കയറും, വൃത്തിയാക്കും. ഓക്കെ, സെറ്റല്ലേ? ചേച്ചി കക്കൂസ് ചേച്ചി കക്കൂസ് ചേച്ചി കക്കൂസ്. രാമല എന്താടെ നോക്കടാ, നോക്ക സെക്സാ. എൻ്റെ അമ്മച്ചി. എന്താണ് ലേറ്റ് ആയത്? നീ എന്താണ് അണ്ടി വയറിനാണപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്? ഇവിടെ വീട്ടിലാണെങ്കിൽ അമ്മയുടെ അച്ഛൻ്റെ പ്രശ്നം. ആകെ ഒരു ആശ്വാസം നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പാണ്. എൻ്റെ വീട്ടിൽ മൊത്തം സീനടാ. എൻ്റെ അച്ഛനും പണിക്ക് പോകാൻ കഴിയില്ലെന്ന് പറയുന്നത്. 10-50 വയസ്സാണ് പണിക്കൂരുന്നു. അയക്കെന്താ മരിക്ക് പണിക്ക് പോയിക്കൂടെ? എടാ എന്താ പറയുക, നീ നിന്നെ ക്ലാപ്പ് യൂണിഫോം ഇട്ടിട്ട് വന്നു. യൂണിഫോമാ? ഇത് കളറിലടാ. വെള്ളയാ? നിനക്കെന്താടാ കണ്ണ് പിടിക്കുന്നില്ലേ? വെള്ളയും കറുപ്പ കളറിലടാ. അവൻ ഉറങ്ങാനല്ലോ വരുന്നത്. ഉറങ്ങിക്കോ. എന്താടാ? എടോ, പരിപാടി പണിക്കൂടെ?
അപ്പം നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. സാറിനെ സ്വാഗതം ചെയ്യുന്നു. ഒരു അധ്യയന വർഷം കൂടി കടന്നുപോയി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി പുതിയ കുട്ടികൾ, പുതിയ മുഖങ്ങൾ. പക്ഷേ നിങ്ങൾ പോകാൻ പോകുന്ന പുതിയ ജീവിതത്തിലേക്കാണ്. 2 വർഷം വളരെ പെട്ടെന്ന് കടന്നുപോയി. കളിച്ചും ചിരിച്ചും വഴക്കിട്ടും നിങ്ങൾ നെയ്തു കൂട്ടിയ ഒരുപാട് നിമിഷങ്ങൾ. ഇപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഒരു കളിയായിട്ട് തോന്നും. പക്ഷേ കാലം കുറേ കഴിയുമ്പോൾ അന്ന് ചിലപ്പം ഞങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നും ഓർത്തിരിക്കാൻ, ഒരു നിറകണ്ണുകളോടെ, ഒരു പുഞ്ചിരിയോടെ ഓർത്തിരിക്കാൻ ഒരു നല്ല നിമിഷങ്ങളായിരുന്നു അതൊക്കെ. അന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക പാഠങ്ങളിൽ പഠിച്ച കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. ഇപ്പം നിങ്ങളെ കൂടിയുള്ള സൗഹൃദങ്ങൾ, നല്ല നല്ല ബന്ധങ്ങളൊക്കെ ആയിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട ഒരു ബാച്ചായിരുന്നു ഇത്. കൂടുതലൊന്നും പറഞ്ഞില്ല മക്കളെ, എല്ലാ ഭാവങ്ങളും. ഞാനിപ്പോൾ എന്താ പറയുക, ഇതിപ്പം നിങ്ങളുടെ ദിവസമാണ്. കാരണം രമേശൻ സാർ പറഞ്ഞ പോലെ നിങ്ങളിപ്പോൾ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പം നിങ്ങളെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ടാകാം, തല്ലിയിട്ടുണ്ടാകാം. അതാരും മനസ്സിൽ വെക്കരുത്. ഇതൊക്കെ പഠനത്തിൻ്റെ ഭാഗമായി തന്നെ നിങ്ങൾ കാണണം. അതേപോലെ തന്നെ നിങ്ങൾ നാളെ നമ്മളെ വഴിയിൽ വെച്ച് കാണുകയാണെങ്കിൽ ഒന്നിങ്ങോട്ട് വന്ന് നമ്മളോട് 2 വാക്ക് പറയുക. അതാണ് നമ്മുടെ സന്തോഷം. നമുക്ക് മാഷന്മാർക്ക് അതൊക്കെ അല്ലേ ഉള്ളൂ സന്തോഷം, അല്ലേ മാഷേ? എല്ലാവരും നന്നായി വരട്ടെ. എന്താ പറയണ്ടതെന്ന് സത്യം പറഞ്ഞു എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. വളരെ ഇൻഫീരിയർ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇത്രയും കാലം നമ്മൾ ഒരുമിച്ച് പഠിച്ചു. പക്ഷെ ഇത്രയും കാലം ഒരുമിച്ച് പഠിച്ചിട്ട് ഒരു സിനിമ നടനാവണമെന്നുള്ള എൻ്റെ ആഗ്രഹം. അത് എത്രത്തോളം ഈ ഒരു ക്യാരക്ടർ വെച്ചിട്ട് നടക്കുന്നുള്ളത് എനിക്കറിയില്ല. എന്തൊക്കെയോ പറയണമെന്നൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഒന്നും പറയാൻ പറ്റുന്നില്ല. ഫുൾ ഇരുടച്ച പോലെ ഇപ്പോൾ ഉള്ളത്. നിങ്ങളെല്ലാവരും എൻ്റെ ആരൊക്കെയോ ആയിരുന്നു. ഭയങ്കരമായിട്ട് മിസ് ചെയ്യും, ഭയങ്കരമായിട്ട്. എന്തൊക്കെയോ. താങ്ക് യു. എനക്കങ്ങനെ മര്യാദക്കൊന്നും പറയാറിനൂടാ. എൻ്റെ ശരിക്കുള്ള പേര് താൻസീർ കയറ്റിന്നാ. എല്ലാവരും എന്നെ താക്കുടു താക്കുടു എന്നാ വിളിക്കുന്നത്. പിന്നെ എനക്കൊരു പൈലറ്റാണ് ആഗ്രഹം, അല്ലാണ്ട് സിനിമ കാണണമെന്നല്ല. എന്നാ പോട്ടെ മാഷേ. അതെ, ഒരു കാര്യം പറയാനുണ്ട്. എൻ്റെ അച്ഛൻ പോലീസിലാ. സോറി മംഗള, ഞാൻ പോട്ടെ. എടാ ഒന്ന് വേഗം നടക്കടാ. ദേ അവളവിടെ നിൽക്കുന്നത്. ഇന്നെങ്കിലും നീ പോയി പറയണം. ഇന്ന് എന്തായാലും പറഞ്ഞേ പറ്റൂ, നിന്നെ കൊണ്ട് പറ്റൂ. പറടാ. അശ്വത്, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറയട്ടെ? പറഞ്ഞോ. എന്തേ പറയുന്നില്ലേ? പൈപ്പിൽ വെള്ളമുണ്ടോ? പൈപ്പില്ല. വെള്ളമുണ്ട്. ഉണ്ട്, വെള്ളമുണ്ട്. പൈപ്പിൽ വെള്ളമുണ്ടെന്നേ. ഉണ്ട് പോലും പൈപ്പിൽ. സമയത്രേ? 12:30. 12:30. ആ, നല്ല വെയിലുണ്ട്. ബാബുവാ. എന്ത് പറ്റി? എന്താടാ? ഒന്നുമില്ലേ? എൻ്റെ ചിക്കൻ പീസ് എടുത്താൽ കൊന്നാലും മതി. എന്താടാ? തേടുകയായി ചുവരുകൾ
ഇന്നിവിടെ നാമിതാ വീണ്ടും തേടുകയായി ചുവരുകൾ. ആ ചുവരിൽ അന്നു നാം കേട്ട ഓർമ്മകളോ എങ്ങോ. എടാ ഞാനിപ്പോൾ എന്താ എഴുതുവാ? എന്തെങ്കിലും എഴുതടാ നീ. എഴുതാ എന്താ ഇപ്പോൾ എഴുതാ? ഇഷ്ടാന്ന് എഴുതിക്കോ. എഴുതാം. ചാഞ്ഞു നിൽക്കുമേതൻ തോട്ടം ഇന്നും ഉള്ളിൽ വീശുമോ മൽക്കാറ്റും. നാം നനച്ച വിത്തും ചെണ്ടും ഇന്നും പൂത്തുലഞ്ഞു കാത്തു നിൽപ്പു. ഓർമ്മകൾ ചായം തേക്കും ഇടരും മാറിവിൽ നിന്നേഴഴകും പതിവായി നാം നുകരും നീ. തേന്മാവിൻ മധുരം ഇന്നും ഓർമ്മകളിൽ കളിയായി ഞാൻ ചൊല്ലിയൊരു കഥകൾ കന്നും ഇന്നും എന്നും നാളിതൊന്ന് മിഴിനാളും നിറയാതെ എന്നും പൂക്കാൻ 17 സ്മരണകൾ തന്നു. പറയാതെ എന്നിലെ മൗനം അറിയും ഒരു നല്ല സൗഹൃദം തന്നു. ഇന്നിവിടെ നാമിതാ വീണ്ടും തേടുകയായി ചുവരുകൾ. ആ ചുവരിൽ അന്നു നാം കേട്ട ഓർമ്മകളോ എങ്ങോ. അങ്ങനെ അവിടെ പോയി. അതും കഴിഞ്ഞ് നമ്മളിനി കാണുക. നമ്മൾ നാലാളും പല വഴിക്കലുണ്ടാകുക. നമുക്ക് കാണാടാ. നമുക്ക് പോവാം. വാടാ നൻസിറേ പോവാം. ഡാ നോക്ക്. തക്കുടൊന്ന് വിളിക്കടാ. നിന്നോടുള്ള പ്രണയം തുറന്നു പറയാൻ മുൻപ് പല തവണ ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഓരോ തവണ നീ അത് തുറന്നു പറയാൻ വരുമ്പോഴും നിന്റെ കണ്ണുകളിൽ ഞാൻ കണ്ട പേടി ഒരു തരത്തിൽ പറഞ്ഞാൽ എന്നെ നിന്നിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. ഒത്തിരി വൈകിപ്പോയോ എന്നറിയില്ല, എന്നാലും ഞാൻ പറയാം, ഐ ലവ് യു. എനിക്ക് നിന്നെ ഇഷ്ടമാണ് അശ്വതി. ഞാൻ പിന്നെ ഡിപ്രഷൻ അടിച്ച് കുറച്ച് കാലം തറന്തിയ ചെന്നൈയിൽ പോയി പഠിച്ചു. ഇനി പൊട്ടലിന് പെണ്ണ് കിട്ടി. ഇനിയിപ്പോൾ എൻ്റെ മാപ്പാണ് പോക്കുക. കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ അച്ഛൻ്റെ ബിസിനസ് ഇങ്ങനെ അടിപൊളിയായിട്ട് പോകും. എടാ മോനെ ഇവിടെ വാ വാ. എന്താ ഇവിടെ നടക്കണേ? ചേട്ടാ എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് സ്കൂളിൽ പഠിച്ചാണ്. ആ അപ്പം പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ അപ്പം പറയാൻ ധൈര്യം കിട്ടിയില്ല. ഇപ്പം നിങ്ങളുടെ പെങ്ങളെ എനിക്ക്
പെങ്ങളെ എനിക്ക് കെട്ടിച്ചു തരുമോ? ഹാ, എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്റെ ഭാര്യനെ കെട്ടിച്ചു വയ്ക്കാൻ നീയൊക്കെ എവിടുന്നാടാ വരുന്നത്? എന്തെടുത്തിട്ടാ വരുന്നത്? ഈശ്വര, ഇത് ഇയാളുടെ ഭാര്യയാണ്. ഇങ്ങനെ അതും മൂഞ്ചി. അതിനുശേഷം അവൾ അവളുടെ വഴിക്ക് പോയി, ഞാനാണെങ്കിൽ എൻ്റെയും. അതിനുശേഷം പിന്നെയും കുറേ കഷ്ടപ്പെട്ടു. അതുവിട്. അതല്ലെങ്കിലല്ലേ ഈ നമ്മൾ ആണുങ്ങൾക്ക് ആദ്യത്തെ പ്രാവശ്യം വെച്ചാൽ ഭയങ്കര സംഭവമായിരിക്കും. അത് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ പൊട്ടിക്കരയും. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസം വരും. എപ്പോഴെന്നറിയാം? വർഷങ്ങൾക്ക് ശേഷം നമ്മളവരെ കാണുമ്പോഴില്ലേ, അവളെ ഏതെങ്കിലും ഒരു പോങ്ങം വന്ന് കെട്ടിക്കൊണ്ടുപോയിട്ടുണ്ടാവും. ഭയങ്കര ഹാപ്പി ആയിരിക്കും നമ്മൾ. പിന്നെ പണ്ട് മുതൽ എൻ്റെ ഒരു കണ്ണ് നിന്റെ മേലും ഉണ്ടായിരുന്നു കേട്ടോ. സോറി, പാലൊടുക്കത്തെ ടേസ്റ്റ് കഴിഞ്ഞുപോയി. ചേട്ടാ, ഇവിടെ വെച്ച്. നമ്മുടെ സ്കൂൾ ലൈഫ് അടിപൊളിയായിരുന്നല്ലേ? എന്നാലേ എനിക്കൊരു കഥ പറയാനുണ്ട്. അങ്ങനെ വെടിയും പുകയും ഉത്തരം കിട്ടാത്ത കുറെ തക്കുട്